ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പങ്ങയാണ്, പപ്പായ. അപ്പോൾ ഇതുപോലെ പച്ച പപ്പായയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വലിയ സൈസ് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തേക്കണേ. ഇനിയിപ്പോൾ ഇതിലും ചെറിയ സൈസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1 or 2 എടുക്കാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പപ്പായ ഇങ്ങനെ നല്ല ക്യൂബ്സ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഒരുപാട് തിന്നായിട്ട് പോയരുത്, ഒരുപാട് കട്ടി കൂടിയും പോയരുത്, അങ്ങനത്തെ ഈ ഒരു അളവിലാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ ഇപ്പോൾ കഴുകിയെടുത്ത് ഞാനിപ്പോൾ നമ്മുടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഈ പപ്പായ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വരണം. ഈ വെള്ളം അടച്ചു വെക്കുക. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഈ പപ്പായ നല്ല പച്ച പപ്പായ തന്നെ ആയിരിക്കണം. അതൊട്ടും പഴുത്തതോ അല്ലെങ്കിൽ കളറ് മഞ്ഞ കളറ് പോലെ ആയതോ എടുക്കാൻ പാടില്ല. ഇതുപോലെ നല്ല പച്ച, നല്ല ഇങ്ങനത്തെ തന്നെ ടൈപ്പ് പപ്പായ എടുക്കുന്നതാണ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് ഏറ്റവും നല്ലതാവുക. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ലിഡ് തുറന്ന് നോക്കാം. ഇത് നമുക്ക് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളം തിളച്ച് ഇങ്ങനെ ഒന്ന് വന്നാൽ മാത്രം മതി. നമുക്കിതിനെ ഇനി ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ വെള്ളം നമ്മളിങ്ങനെ ഊറ്റുകയാണ്. ഇനി വെള്ളം മുഴുവൻ വാർന്ന് ശരിക്കും വരണം. ആ നേരം കൊണ്ട് നമുക്കിനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് 2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ് നമ്മളിനി ചെയ്യുന്ന ഈ സ്റ്റെപ്പ്. 1 കപ്പ് ഇട്ടു, 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പിന് ഒഴിച്ച് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ പഞ്ചസാര നന്നായിട്ട് അലിയണം. പഞ്ചസാര ഇപ്പോഴും അലിഞ്ഞിട്ടില്ല. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ തിളയ്ക്കുക. നമുക്കങ്ങനെ നൂൽപ്പരുവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഒരു സ്റ്റിക്കിനെസ് ഉണ്ടായാൽ മതി നമ്മുടെ സിറപ്പിന്. ഞാൻ ഷുഗർ സിറപ്പ് ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. കാരണം നമുക്കിനി നമ്മുടെ നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ എടുത്തു വെച്ച പപ്പായയുടെ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഈ ഷുഗർ സിറപ്പിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസേഷൻ തടയാനായിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് 2 ടീസ്പൂൺ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഒരു 5 to 7 മിനിറ്റ്സ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പപ്പായ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അത്യാവശ്യം ഒന്ന് വെന്ത പോലെ, എന്നാൽ അങ്ങനെ ഉടഞ്ഞ പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് വെന്ത പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഈ ഷുഗർ സിറപ്പിൽ കിടന്നാവട്ടെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പപ്പായ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഒരു 7 to 8 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബോയിലായി ട്രാൻസ്പെറൻ്റ് ആവാനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിതിനി സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് ആണിത്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് വാനില എസൻസ് ആഡ് ചെയ്യണേ. 1 ടീസ്പൂൺ ആയാലും മതി. കൂടുതൽ ഫ്ലേവർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് 2 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു 4 ബൗൾ നമുക്ക് എടുക്കണം.
ഇപ്പം നമ്മൾ 4 കളേഴ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 ബൗൾസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 5 or 6 കളേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അത്രയും ബൗൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കളേഴ്സാണ് ഉണ്ടാക്കണേ. 4 ബൗൾസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പപ്പായ ഷുഗർ സിറപ്പോട് കൂടി തന്നെ, കുറച്ച് ഷുഗർ സിറപ്പോട് കൂടി തന്നെ നമ്മൾ ഈ 4 ബൗളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 6 ഡ്രോപ്സ് വരെ നമുക്ക് ഇതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് നാച്ചുറൽ കളേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ റെഡിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ റെഡ് കളർ ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബൗളിലേക്ക് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഒരു 6 ഡ്രോപ്സ് വരെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് യെല്ലോ ഫുഡ് കളറാണ്. അതും ഒരു 6 to 7 ഡ്രോപ്സ് വരെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബൗളിൽ ഞാൻ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം വൈറ്റ് കളർ തന്നെയാണ് ഞാൻ ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ 3 ബൗളിലേക്കായിട്ട് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്തു. ഈ ബൗളിൽ നമ്മൾ ഇനി ഇങ്ങനെ തന്നെ ഒരു 24 മണിക്കൂർ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് തന്നെ വച്ചിരിക്കുക. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പപ്പായ പീസസിലും ഒരുപോലെ തന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. 24 മണിക്കൂർ എന്തായാലും ഇതിങ്ങനെ തന്നെ ഈ ഷുഗർ സിറപ്പിലിട്ട് നമ്മൾ വയ്ക്കുവാണ് വേണ്ടത്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ 24 hours നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കണ്ടോ ഷുഗർ സിറപ്പൊക്കെ ഉണ്ട്. അതോടുകൂടി തന്നെയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ അരിച്ച് ഒരു അരിപ്പയിലൂടെ മാറ്റുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ 4 ടൈപ്പ് അരിപ്പ ഉണ്ടല്ലോ, നമ്മളായിട്ട് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അരിപ്പയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബൗൾസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ 24 hours റെസ്റ്റ് ചെയ്യാൻ വെച്ച ട്യൂട്ടി ഫ്രൂട്ടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ കണ്ടോ, ഇതിലിപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ട്, ഇത് വെറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഈർപ്പം മാറി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. കാരണം നമുക്കിത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സാധനമാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. എനിക്കിപ്പോൾ വെയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബാൽക്കണിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.